ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സിമ്പിൾ ബ്യൂട്ടി ടിപ്സ് മലയാളം. അപ്പോൾ നമ്മുടെ സ്കിൻ കെയർ ചാലഞ്ചിൻ്റെ ഫസ്റ്റ് വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു സിമ്പിളായിട്ടുള്ള എന്നാൽ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഫേസ് വാഷിൻ്റെ റെമഡിയാണ്. അതായത് ഈസിലി നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് പൗഡറുകൾ ചേർത്തിട്ടുള്ള ഒരു ഫേസ് വാഷ് പൗഡറാണ്. ഇനി നിങ്ങൾക്കത് ഒരു ഫേസ് വാഷായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ അടുത്തതായിട്ട് എന്തായാലും ഷെയർ ചെയ്യാം. അപ്പോൾ ഈ സ്കിൻ കെയർ ചാലഞ്ച് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ആക്ച്വലി ഏത് കളറാണോ സ്കിന്ന് ടോൺ ആയിട്ടുള്ളത് അതിനെ ഒന്ന് ബ്രൈറ്റൻ ആക്കാൻ, അതായത് സ്കിന്നിലുള്ള സൺ ടാൻ കാര്യങ്ങളെല്ലാം മാറ്റി ഡാർക്ക് സ്പോട്ട്സ്, പിഗ്മെൻറ്റേഷൻ, അൺഈവൻ സ്കിൻ ടോൺ എല്ലാം മാറ്റിക്കൊണ്ട് ഒരു ഈവൻ സ്കിൻ ടോൺ നൽകുന്നതോടൊപ്പം തന്നെ അതെല്ലാം ചെയ്യുമ്പോൾ തന്നെ സ്കിന്നിന് നല്ലൊരു ബ്രൈറ്റ്നെസ് വരും. അപ്പോൾ അതാണ് ഈ ചാലഞ്ചിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് നമ്മുടെ കടലമാവാണ്. 2 ടേബിൾ സ്പൂൺ കടലമാവാണ് ഞാൻ ബൗളിലേക്ക് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ഓപ്ഷണൽ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റാണ് ടർമറിക് എന്ന് പറയുന്നത്. ടർമറിക് സൂട്ടാവുന്നവർ മാത്രം അത് ആഡ് ചെയ്താൽ മതി. ഞാൻ എന്തായാലും ഏകദേശം 3/4 ടേബിൾ സ്പൂണോളം ടർമറിക് ഈ ഒരു എമൗണ്ട് ഓഫ് പൗഡറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നത് ഞവര പൗഡറാണ്. ഏകദേശം 1.5 ടേബിൾ സ്പൂണാണ് ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഞവര പൗഡർ നമ്മുടെ സ്കിന്നിലെ പിഗ്മെൻറ്റേഷൻ പോലുള്ള കാര്യങ്ങളെ മാറ്റി സ്കിന്നിന് ഈവൻ ടോൺ തരാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആയുർവേദിക് ഇൻഗ്രീഡിയൻ്റ് ആണ്. നെക്സ്റ്റ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് നീം ലീഫ് പൗഡറാണ്. ഒരുപാട് ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് തന്നെ സ്കിന്നിലുള്ള പിമ്പിൾസിനെയും ഡാർക്ക് സ്പോട്ട്സിനെയും നന്നായിട്ട് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. 1 മുതൽ 1.5 ടേബിൾ സ്പൂൺ വരെ നീം ലീഫ് പൗഡർ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നീം ലീഫ് ചേർത്തതുകൊണ്ട് തന്നെ സ്കിന്നിൽ വരുന്ന ടൈനി ബംസിനെല്ലാം നന്നായിട്ട് കൺട്രോൾ ചെയ്യാനും അതോടൊപ്പം തന്നെ സ്കിന്നിലുള്ള എല്ലാ പ്രോബ്ലംസിനെയും മാറ്റാനും അത് നല്ല രീതിയിൽ സഹായിക്കും. നെക്സ്റ്റ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് സ്കിന്നിന് ഒരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ് തരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ബീറ്റ്റൂട്ട് പൗഡറാണ്. ബീറ്റ്റൂട്ട് നിങ്ങൾക്ക് പൗഡർ ഫോമിൽ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയും. ഇനി അതല്ല പൗഡറായിട്ട് കിട്ടാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബീറ്റ്റൂട്ട് എടുത്ത് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്ത് അതിൻ്റെ ജ്യൂസാക്കിയിട്ട് ഫ്രിഡ്ജിൽ സെപ്പറേറ്റ് ചെയ്ത് സൂക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ ദിവസം ഫേസ് വാഷ് ചെയ്യുമ്പോൾ അതിലേക്ക് കുറച്ച് ചേർത്തുകൊണ്ട് പാക്ക് പോലെ തയ്യാറാക്കിയിട്ട് അത് യൂസ് ചെയ്തിട്ട് ഫേസ് വാഷ് ചെയ്യാവുന്നതാണ്. ബീറ്റ്റൂട്ട് പൗഡർ ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂണാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ബീറ്റ്റൂട്ട് പൗഡർ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ സ്കിന്നിൽ ഉണ്ടാകുന്ന സൺ ടാൻ എല്ലാം നല്ല രീതിയിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് മാറിക്കിട്ടാനായിട്ട് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. നെക്സ്റ്റ് ഞാനിതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് വിറ്റമിൻ സി കണ്ടൻറ്റ് റിച്ച് ആയിട്ട് അടങ്ങിയിട്ടുള്ള ലെമൺ പീൽ പൗഡറാണ്. ഈ പറഞ്ഞിട്ടുള്ള പൗഡേഴ്സ് എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഏത് ബ്രാൻഡാണോ അത് തന്നെ നോക്കിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓൺലൈനിൽ ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ട്. നിങ്ങൾക്ക് ലിങ്ക്സ് വേണമെങ്കിൽ ഞാനിതിൽ താഴെ പ്രൊവൈഡ് ചെയ്യാം. അതല്ലാത്തവർക്ക് ഏതെങ്കിലും നിങ്ങൾക്ക് ആയുർവേദ കടകളിലോ എല്ലാം ഇത് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ നല്ല ഏതെങ്കിലും പൗഡർ നിങ്ങൾ വാങ്ങി യൂസ് ചെയ്യാനായിട്ട് നോക്കുക. ലെമൺ പീൽ പൗഡർ ഞാനിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വരെ ആഡ് ചെയ്തിട്ടുണ്ട്. വിറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ലെമൺ പൗഡർ നമ്മുടെ സ്കിന്നിലുള്ള ഡാർക്ക് സ്പോട്ട്സിനെ നന്നായിട്ട് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ സ്കിന്നിൽ വരുന്ന പിഗ്മെൻറ്റേഷൻ പോലുള്ള മെലാസ്മ തുടങ്ങിയ കാര്യങ്ങളെയും നല്ല രീതിയിൽ അത് കൺട്രോൾ ചെയ്യാനും കുറച്ച് കൊണ്ടുവരാനും സഹായിക്കും. സോ ഇപ്പോൾ ചേർത്തിട്ടുള്ള പൗഡേഴ്സ് എല്ലാം കൂടി ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ പൗഡേഴ്സ് എല്ലാം നല്ല ഡ്രൈ ആയിട്ടുള്ള ബൗളിലിട്ടിട്ട് മിക്സ് ആക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം നമുക്കിത് ഒരു 1 മന്ത് എന്തായാലും സൂക്ഷിച്ച് വെച്ച് യൂസ് ചെയ്യാനുള്ള പൗഡേഴ്സാണ് ഈ ഒരു ക്വാണ്ടിറ്റിയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വെറ്റായിട്ടുള്ള പാത്രങ്ങളൊന്നും എടുക്കാതെ ഡ്രൈ ആയിട്ടുള്ളൊരു പാത്രമാകുമ്പോൾ നിങ്ങൾക്ക് അത്രയും ദിവസം ഇത് സൂക്ഷിച്ചും കൊണ്ട് നല്ല രീതിയിൽ കേടാവാതെ യൂസ് ചെയ്യാനായിട്ട് കഴിയും. സോ ആ കാര്യം എന്തായാലും ശ്രദ്ധിക്കണം. ഇതിലിപ്പോൾ ചേർത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും സ്കിപ്പ് ചെയ്യാതെ യൂസ് ചെയ്യേണ്ടതാണ്. ഇനി നിങ്ങൾക്ക് ടേമറിക്ക് മാത്രം അലർജിക് ആണെങ്കിൽ നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്തോളൂ. അതല്ലാതെ ബീറ്റ്റൂട്ട് പൗഡറൊന്നും അങ്ങനെ അലർജിക് ആയിട്ടുള്ളവരില്ല എന്നാണ് വിചാരിക്കുന്നത്. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. നേരത്തെ ആഡ് ചെയ്ത ടേമറിക് പൗഡർ പോരാത്തത് കൊണ്ട് തന്നെ എനിക്ക് സ്യൂട്ട് ആയതുകൊണ്ട് മാത്രം ഇതിലേക്ക് 1/2 ടീസ്പൂൺ കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പൗഡേഴ്സ് സ്റ്റോർ ചെയ്യാനായിട്ട് നല്ല ഒരു എംപ്റ്റി ബോട്ടിൽ നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടുള്ള
ഒരു നല്ലൊരു എംപ്റ്റി ബോട്ടിലെടുക്കാം. അതിലേക്ക് നിങ്ങൾക്ക് ഈ പൗഡേഴ്സിനെ സ്റ്റോർ ചെയ്ത് വെക്കാം. മാത്രമല്ല നിങ്ങൾക്ക് ഫ്രിഡ്ജിലും 1 മന്തൊക്കെ എന്തായാലും ഇത് സ്റ്റോർ ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. പുറത്ത് വെച്ചാൽ കേടാവുമെന്ന് തോന്നുന്നവർക്കാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഈ ഫേസ് വാഷ് പൗഡർ ഇപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഞാൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നും കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരു 1/2 ടീസ്പൂൺ ഓഫ് ഈ ഫേസ് വാഷ് പൗഡർ നമ്മുടെ കയ്യിലേക്ക് എടുക്കാം. അതിനുശേഷം അതിലേക്ക് ഞാൻ നമ്മുടെ നോർമൽ സ്റ്റോർ ബോട്ട് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു മൈൽഡായിട്ടുള്ളൊരു ഫേസ് വാഷ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. എന്നിട്ട് അതിലേക്ക് വെള്ളം ചേർത്ത് മിക്സ് ആക്കിയിട്ടാണ് ഞാൻ ഫേസ് വാഷ് ആയിട്ട് യൂസ് ചെയ്യാറുള്ളത്. ഈ മെത്തേഡ് ചെയ്തതുകൊണ്ട് തന്നെ സ്കിന്നിന് നല്ല രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയും കൂടി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ വേഗം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക.